സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. അവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്ക. യൗവനക്കാരെ സുബോധം ഉള്ളവരായിരിക്കാൻ, ഇംഗ്ലീഷിൽ അതിന് സൗണ്ട് മൈൻഡ് എന്നാണ് പറയുന്നത്. സുബോധമുള്ളവരായിരിക്കുക, മലയാളത്തിലും അതേ അർത്ഥം തന്നെയാണ്. സൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ കോമൺ സെൻസ് ഉള്ളവരായിരിക്കുക, ഏറ്റവും കുറഞ്ഞത് മര്യാദയുള്ളവരായിരിക്കുക, ശാന്തമായിരിക്കുക, നല്ല സ്വഭാവത്തോടെ ആയിരിക്കുക. എന്താണ് സൗമ്യനായിരിക്കുക? സുബോധത്തോടെ. എന്താണ് യൗവനക്കാരായ പുരുഷന്മാർ സുബോധമുള്ളവരായിരിക്കുവാൻ വേണ്ടി പ്രബോധിപ്പിക്കുക. നമുക്കറിയാം, അനേകം പുരുഷന്മാർ തങ്ങൾ പുരുഷന്മാർ എന്ന രീതിയിൽ അഹങ്കരിക്കുന്നവരാണ്. ഞങ്ങൾ ആണുങ്ങളാണ്, ഞങ്ങൾ പുരുഷന്മാരാണ് എന്നുള്ള വാക്ക്. ഞാൻ പുരുഷനാണ്, ആണുങ്ങൾക്ക് എവിടെയും പോകാമെന്ന രീതിയിലാണ് ചില ആളുകൾ സംസാരിക്കുന്നത്. സ്ത്രീകളായതുകൊണ്ട് മാത്രം നിങ്ങൾ വെളിയിൽ പോകാൻ പാടില്ല, നിങ്ങൾ ശാന്തരായിരിക്കണം എന്ന് പറഞ്ഞ് ചിലർ വഴക്കുണ്ടാക്കാറുണ്ട്. നിങ്ങൾ പോകുവാണ് ഞാനും പോകുമെന്ന് ചില സ്ത്രീകൾ എതിര് പറയാറുണ്ട്. നിങ്ങൾ പോയാൽ ഞാനും പോകുമെന്ന് പറഞ്ഞിട്ട് പരസ്പരം അവർ മത്സരിക്കുകയാണ്. ഞങ്ങൾ പുരുഷന്മാരാണ്, ഞങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ മത്സരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത്? കുടുംബം നഷ്ടപ്പെട്ടു പോകും, ബന്ധങ്ങൾ ഭിന്നിച്ചു പോകും. നിങ്ങളുടെ കുടുംബ ബന്ധം നിങ്ങൾ തന്നെ ഭിന്നിപ്പിക്കുവാൻ ഇടയാക്കരുത്. കുടുംബത്തെ പാലിക്കേണ്ടതായ കടമ നിനക്കാണ്. സ്ത്രീകൾ ജോലി ചെയ്യുന്ന സമയത്ത് ചില പുരുഷന്മാർ എന്തിനാണ് വെറുതെ ഇരിക്കുന്നത്? ഭാര്യയെ ജോലിക്ക് വേണ്ടി പറഞ്ഞു വിട്ടിട്ട് വീട്ടിൽ ജോലിക്ക് പോകാതെ വെറുതെ ഇരുന്നിട്ട് ചീട്ട് കളിക്കുന്ന അനേകരെ എനിക്കറിയാം. അത് അന്യായമാണ്. അതൊരിക്കലും നന്മയാവുകയില്ല. നീ നിന്റെ കുടുംബത്തെ പോറ്റുന്നില്ല എങ്കിൽ നീ അവിശ്വാസിയേക്കാൾ നശിച്ചവനാണ്. ആദാമിനെ ശപിച്ചപ്പോൾ ദൈവം പറഞ്ഞ നീ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് ജീവിക്കുമെന്നാണ് പറഞ്ഞത്. പുരുഷനായാൽ അധ്വാനിച്ച് വിയർപ്പൊഴുക്കണം, ഭാര്യയെയും മക്കളെയും പുലർത്തണം. വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്മാർ ഭാര്യയെയും മക്കളെയും പുലർത്തുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. അങ്ങനെ പരിശോധിച്ചിട്ട് മാത്രമേ നിങ്ങൾ കല്യാണം കഴിക്കുവാൻ പാടുള്ളൂ. സ്ത്രീധനം കിട്ടുമെന്നാണ് ഒരാൾ പറയുന്നത്. എന്ത് സ്ത്രീധനം? പാവം കഷ്ടപ്പെട്ട് വളർത്തിയ പെൺകുട്ടി നിനക്ക് വിവാഹം കഴിച്ചു തരുന്നതിന് പകരമായി ആ വീട്ടുകാരുടെ സമ്പത്തും ആസ്തിയുമെല്ലാം നിനക്ക് എഴുതി തരണം. ഇത് എന്ത് ന്യായമാണ്? നീയാണ് യഥാർത്ഥത്തിൽ ബൈബിളിൽ നോക്കിയ സ്ത്രീധനം നീയാണ് അങ്ങോട്ട് കൊടുക്കേണ്ടത്. ആ പെൺകുട്ടി മാതാപിതാക്കളെ വിട്ടുപിരിഞ്ഞിട്ട് നിന്റെ കൂടെ വരുന്നത് കൊണ്ട് നീ തന്നെ അവളെ നോക്കണം. പുരുഷന്മാർ അധ്വാനിക്കണം, അധ്വാനിച്ച് കുടുംബത്തെ പുലർത്തണം. ഒരു ജോലിയും ചെയ്യാതെ ക്രമം കെട്ട് നടക്കുന്നുവെന്ന് പറയുന്നു. ഒരു ജോലിയും ചെയ്യാത്തവർ തിന്നുവാനും പാടില്ല. സത്യം പറയണം. ജോലി ചെയ്യുന്നവരാണോ കൂടുതൽ കഴിക്കുന്നത്? ജോലി ചെയ്യാത്തവരാണോ? ജോലി ചെയ്യുന്ന ആളുകൾ ഇതാ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ അവർ അത് മറന്നുപോകും. അവർ ജോലി ശ്രദ്ധിച്ച് ഇരിക്കുന്നത് കൊണ്ട് അത് ശ്രദ്ധിക്കുക പോലുമില്ല. ഒരു പണിയും ചെയ്യാത്തവനെ നോക്കൂ, ഭക്ഷണം കഴിച്ചാൽ പിന്നെയും വന്നിട്ട് ചോദിക്കും ഉണ്ടോ എന്ന്. തിന്നുക തന്നെയാണ് പണി. അനേകർക്കും തിന്നുക തന്നെയാണ് പണി. സൂക്ഷിക്കുക. അമിത ഭക്ഷണം കഴിക്കുന്നവർ ദരിദ്രരാകുമെന്നാണ് ബൈബിൾ പറയുന്നത്. നീ തീറ്റിപ്രിയനാണെങ്കിൽ നിന്റെ കഴുത്തിന് കത്തിവയ്ക്കുക. നിന്നെ കൺട്രോൾ ചെയ്യൂ. ഭക്ഷണം കഴിക്കാതെ രോഗത്തിൽ അകപ്പെട്ടതിനേക്കാൾ ഭക്ഷണം കഴിച്ചിട്ട് രോഗമുണ്ടാകുന്നവരാണ് കൂടുതൽ. അതുകൊണ്ട് നാം ആഹാരക്കാര്യത്തിൽ വളരെ ജാഗ്രതരായിരിക്കണം. ആഹാരത്തോട് ആർത്തി കാണിക്കരുത്. ആരാണ് ആഹാരത്തിന് ആർത്തി കാണിക്കുന്നതെന്ന് അറിയാമോ? നായ്ക്കൾ ആഹാരത്തിനായി ആർത്തി കാണിക്കും. ആ നായയുടെ വായിലൊരു എല്ലിൻ കഷ്ണം ഇരിക്കുകയാണെങ്കിൽ അത് എത്ര ദേഷ്യമാണെന്നറിയാമോ അതിന്? അത് എല്ലിൻ കഷ്ണം എവിടെയും കിട്ടിയാൽ വളരെ ആർത്തിയോടെ അതിൻ്റെ പുറകെ പോകുന്നത് കാണാം. അത് കൈ കിട്ടുന്നത് വരെ അത് അടങ്ങിയിരിക്കുകയില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ നോക്കിയാലോ അതിൽ മാംസം ഒന്നും തന്നെ കാണുകയില്ല, ഒരു എല്ല് മാത്രമായിരിക്കും. അതുപോലെ ഈ കാലത്തും അതുപോലെ അനേകം ആളുകൾ മറ്റുള്ളവരെ പറ്റിച്ച് സമ്പാദിക്കാമെന്ന് വിചാരിച്ച്, മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ട് സമ്പാദിക്കാമെന്ന് വിചാരിച്ച് ജീവിക്കുകയാണ്. എന്നാൽ നീ അധ്വാനിച്ചുണ്ടാക്കുന്ന നന്മയെ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ ദൈവം അതിനെ അനുഗ്രഹിക്കാനിടയാകും. നീ അധ്വാനിച്ചുണ്ടാക്കിയത് അത് അല്പമാണെങ്കിലും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ വാഗ്ദത്തം എന്താണെന്ന് വെച്ചാൽ നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിനെ ദൈവം അനുഗ്രഹിക്കും. അനേകം ആളുകൾക്കും സമ്പത്തുണ്ടെങ്കിലും അനുഭവിക്കാൻ കഴിയുന്നില്ല. അവർക്ക് അനേകം സമ്പത്തുണ്ട്, പണമുണ്ട്, വസ്തുവകകളും ബിൽഡിങ്സും എല്ലാം ഉണ്ടെന്നാൽ സമാധാനമില്ല. ധനവാന്മാരെ കുറിച്ച് നാം കേൾക്കുന്നു, അവർ സമ്പാദിക്കുന്നു, എല്ലാം അവസാനം ഉപേക്ഷിച്ചിട്ട് പോകുന്നു. എന്നാൽ യഥാർത്ഥമായ ഒരു ദൈവ പൈതൽ താൻ അധ്വാനിച്ചുണ്ടാക്കുന്നത് അനുഭവിക്കുന്നു. അവന് അത്യാഗ്രഹം ഉണ്ടായിരിക്കുകയില്ല. ഏതു സമയത്തും ഭാര്യയെ വിഷമിപ്പിച്ചിട്ട് ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ഒരു പെൻഷൻ വന്നെങ്കിൽ പോയി വാങ്ങിച്ചോണ്ട് വാടി, അല്ലെങ്കിൽ PF കിട്ടിയാൽ പോയി വാങ്ങിച്ചോണ്ട് വാടി, നീ ചെല്ല്, അല്ലെങ്കിൽ വസ്തു വിറ്റാൽ വസ്തു വിറ്റു നീ പോയി വാങ്ങിച്ചോണ്ട് വാ എന്നൊക്കെ പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് 20-30 വർഷമായിട്ടും ഭാര്യയുടെ വീട്ടിലേക്ക് അയക്കുന്നതായ പുരുഷന്മാരെ
എന്താണ് വിളിക്കേണ്ടത്? ഭാര്യയുടെ ചെവിന് കീഴിലാണോ നീ ജീവിക്കുന്നത്? കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നിന്റെ ഭാര്യയെ മക്കളെയും പോറ്റു. അതാണ് ബൈബിളിന്റെ പദ്ധതി, അതാണ് ദൈവത്തിന്റെ പദ്ധതി. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, അവന് തക്കതായ ഒരു തുണ വേണം എന്ന് വിചാരിച്ച സ്ത്രീയെ കൊടുത്തു. നീ അവളെ കഷ്ടപ്പെട്ട് പുലർത്തേണ്ടതാണ്. രണ്ടുപേരും ഒരുമിച്ച് ആ കുടുംബം പുലർത്തേണ്ടതാണ്. ഉത്തരവാദിത്തം നിനക്കാണ്. യൗവന പുരുഷന്മാർ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവരാണ്. കുടുംബ ബാധ്യത ഏറ്റെടുക്കുക. എത്ര വരുമാനമാണ്, എത്ര ചിലവുണ്ട്, എങ്ങനെ കാര്യങ്ങൾ നടത്തണം, എങ്ങനെ മുൻപോട്ട് പോകണം എന്നൊന്നും ചിലർ ചിന്തിക്കുകയില്ല. പണം കിട്ടുന്ന സമയത്ത് എല്ലാം ചിലവാക്കിയിട്ട് കടം വാങ്ങിച്ചിട്ട് കടഭാരത്തിൽ മുങ്ങി കുടുംബം മുഴുവൻ കഷ്ടപ്പെടുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ബൈബിളിന്റെ ഉപദേശം എന്താണ്? പത്യ ഉപദേശം എന്താണെന്ന് വെച്ചാൽ, വലിയ വലിയ കാര്യങ്ങൾ പ്രസംഗിച്ചിട്ട് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുകയല്ല. അനുദിനം കാര്യങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ കുടുംബം എന്നത് ഏറ്റവും പ്രധാനമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജോലി ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. വീടുണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഈ കാണുന്ന ആളുകളെല്ലാം നമ്മെ വിട്ടിട്ട് ഒരു ദിവസം പോയേക്കാം. അവസാനം ബാക്കിയാവുന്നത് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളുമാണ്. നിങ്ങൾക്കറിയാമോ ആ കാര്യം? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിച്ചയച്ച ശേഷം അവരുടെ കുടുംബം അങ്ങനെ പോയ ശേഷം ബാക്കിയാവുന്നത് ആരാണ്? അറിയാമോ സഹോദരി? വൃദ്ധരായവർ. ആരാണ്? നിങ്ങൾ രണ്ടുപേരുമാണ് ബാക്കിയാവുന്നത്. നിങ്ങൾ ഒരുമയോടെ ആയിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ വാർദ്ധക്യ സമയത്ത് ആയിരിക്കുമ്പോൾ കൂടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ഇടയാകും. നിങ്ങളുടെ മക്കളെ നിങ്ങൾ നന്നായി വളർത്തിക്കൊണ്ടുവന്നാൽ അവർ വലുതാവുമ്പോൾ വലിയ ആളുകളായി മാറും. വീട്ടിൽ വെച്ച് തന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തുക. ഞാൻ ദൈവവേല ചെയ്യുന്ന സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് ജോലി ലഭിക്കുവാനിടയായി. ആ ജോലി കിട്ടിയത് വേറൊരു ദേശത്തായിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് വേല ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ഭാര്യയുടെ മാതാപിതാക്കൾ ഒരുപാട് സങ്കടപ്പെട്ടു. ഈ ദേശത്ത് ഈ ചെറിയ സഭ നിങ്ങളെങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? ഇവിടെ നിങ്ങൾക്കൊരു സപ്പോർട്ടും ഇല്ല, എങ്ങനെ മുൻപോട്ട് പോകും? അതുകൊണ്ട് ഇവളെ ജോലിക്ക് വിടുക എന്ന് പറഞ്ഞ സമയത്ത് ഒരുമിച്ച് ദൈവവേല ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. എങ്കിൽ ഭാര്യയ്ക്ക് ജോലി കിട്ടിയ സ്ഥലത്ത് ചെന്നിട്ട് നിങ്ങൾ ദൈവവേല ചെയ്യുമെന്ന് പറഞ്ഞു. അതെന്താണ്? ഭാര്യയ്ക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഞാൻ ദൈവവേല ചെയ്യണമോ? ഞാൻ ദൈവത്തിന് ഇഷ്ടമാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടാകാനിടയായി. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മക്കൾ ജനിക്കാനിടയായി. 2-3 കുഞ്ഞുങ്ങൾ ജനിക്കാനിടയായി. പിന്നെ ജോലിക്ക് പോകേണ്ടതായ ആവശ്യം ഉണ്ടായില്ല. പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ മക്കളെ വളർത്തുക എന്നതാണ്. എൻ്റെ 3 മക്കളെയും വളർത്തുന്നതിന് വേണ്ടി ഞാൻ നാട് മുഴുവൻ അധ്വാനിച്ചപ്പോൾ എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങളെ വളർത്തി. അതുകൊണ്ട് അവർ മുതിർന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു. അവരെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുകയായിരുന്നെങ്കിൽ അവരെങ്ങനെയായി പോകുമായിരുന്നു? അവർ എന്ത് ചെയ്തേനേയും അവർ വളർന്നിട്ട് എന്തെങ്കിലും ജോലിക്ക് പ്രവേശിക്കുവാനിടയായേനേയും. എന്നാൽ വിശ്വാസിയുടെ കയ്യാൽ വളർത്തപ്പെട്ട മക്കൾ ദൈവത്തിൻ്റെ വേല ചെയ്യാനിടയാകും, വിശ്വാസികളായി മാറും. എൻ്റെ ഭാര്യ അധികം പുറത്തിറങ്ങാറില്ല. അവൾ പിറകിൽ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും, ഞങ്ങളെ സഹായിക്കും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ കൊച്ചുമക്കളുണ്ട്, അവരെ നോക്കും, അവരെ വളർത്തും. അതാണ് പ്രധാന ജോലി. അല്ലാതെ അവളും ജോലിക്ക് പോവുകയായിരുന്നുവെങ്കിൽ, ഞാനും ദൈവവേലയ്ക്ക് പോയിട്ട് കുഞ്ഞുങ്ങളെ വിട്ടുകളയുമായിരുന്നെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കും? ആലോചിക്കൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് നൽകിയ അവകാശമാണ്, നിങ്ങൾക്ക് നൽകിയ സമ്മാനമാണ്. നിങ്ങൾക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ അത് മക്കളാണ്. എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ കുഞ്ഞുങ്ങളാണെന്ന്. എനിക്ക് വേറെ ഒന്നുമില്ല. ഞാൻ സത്യമാണ് പറയുന്നത്. എൻ്റെ സമ്പത്ത് എൻ്റെ മക്കളാണ്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ മക്കളാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളോട് അപ്പാ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ അതെത്ര ധൈര്യമാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ മകൻ നിങ്ങളുടെ അടുത്ത് നിന്നിട്ട് അപ്പാ ഞാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് 10 പേർ വെളിയിൽ നിന്നുള്ളവർ പറയുന്നതിനേക്കാൾ എത്ര ധൈര്യമാണ് നിങ്ങൾക്ക് നൽകുന്നത്. നിന്റെ സ്വന്തം മകൻ നിന്റെ കൂടെ നിന്നിട്ട് നിന്നെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ അതിൽ കൂടുതൽ എന്താണ് നിനക്കിനി വേണ്ടത്? എന്നാൽ ഇന്ന് ആളുകൾ പറയുന്നു, എൻ്റെ മക്കൾ എന്നെ നോക്കുന്നില്ല, എൻ്റെ മക്കൾ എന്നെ സഹായിക്കുന്നില്ല, എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എന്നെ നോക്കാൻ ആരുമില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. നിങ്ങളുടെ മക്കളെ നിങ്ങൾ പരിഗണിച്ചില്ല എങ്കിൽ നാളെ മക്കളും നിങ്ങളെ പരിഗണിക്കുകയില്ല. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് നിന്റെ മക്കൾ നിങ്ങൾക്ക് തിരിച്ചു നൽകുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. എപ്പോഴും ഒരു വീട്ടിൽ പ്രായമുള്ള ഒരു അപ്പച്ചൻ മരിച്ചു പോകാനിടയായി. പാവം. ആ അപ്പച്ചൻ ആ സ്ഥലത്തിന്റെ വെളിയിൽ അവരൊരു കുടിലൊക്കെ കെട്ടിയിട്ട് അവിടെയാണ് കിടത്തിയത്. അവിടെ കിടന്ന് പാവം മരിക്കാനിടയായി. അങ്ങനെ ഭാരം ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞിട്ട് ആ കട്ടിലൊക്കെ എടുത്ത് മാറ്റി ആ കുടിലൊക്കെ പൊളിച്ച് സമയത്ത് ഒരു പാത്രം അവിടെ കാണാതെ പോകാനിടയായി. അപ്പോൾ ആ പിതാവ് മകനോട് ചോദിക്കുക, എടാ ആ പാത്രം എവിടെ കൊണ്ടുവച്ചു? നിന്റെ അപ്പച്ചന്റെ പാത്രം എവിടെ എന്ന് ചോദിച്ച സമയത്ത് ഞാൻ അതെടുത്ത് മാറ്റിയെന്നാണ് മകൻ പറയുന്നത്. നിനക്കെന്തിനാണ് ആവശ്യമില്ലാത്ത പാത്രം എടുത്ത് വെച്ചിട്ട് അപ്പം പ്രായമാകുമ്പോൾ തരേണ്ടതല്ലയോ എന്ന് ചോദിച്ചു. നീ പ്രായമാകുന്ന സമയത്ത് നിനക്ക് തന്നെ തരാനുള്ളതാണ്. നീ ഏതാണല്ലോ കൊടുത്തത്. വിതയ്ക്കുന്നത് തന്നെ കൊയ്യാനിടയാകും. ഈ ലോകത്തിൽ ഏറ്റവും വിലയേറിയത് നിന്റെ കുടുംബമാണ്. കുടുംബത്തെ നീ ഉപേക്ഷയായി വിചാരിക്കരുത്. നീ എവിടെ പോയാലും നീ പോയി ജോലി ചെയ്തിട്ട് നീ വൈകുന്നേരം നിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരിക. പക്ഷികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അവർ നാട് മുഴുവൻ പറന്ന് നടന്നിട്ട്
വൈകുന്നേരമാകുന്ന സമയത്ത് അവരുടെ കൂട്ടിലേക്ക് മടങ്ങി വരും. ഇന്നത്തെ ആളുകൾ എന്തുകൊണ്ടാണ് ഭവനത്തിൽ വരാത്തത്? എന്തുകൊണ്ട് അവർ മടി കാണിക്കുന്നു? എന്റെ പിതാവ് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് ഒരു നിയമം വെച്ചിരുന്നു. ഞങ്ങൾ എവിടെയൊക്കെ പോയാലും 6 മണിയാകുമ്പോൾ വീട്ടിൽ എത്തിയിരിക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ മക്കൾ പാതിരാത്രിയായാലും വീട്ടിൽ വന്നില്ലെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് മിണ്ടാതിരിക്കുകയാണോ? നിങ്ങൾ ചോദിക്കും, ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നാൽ നിങ്ങളത് കാണിച്ചു കൊടുക്കണം. എന്താണ്? കുടുംബം ദൈവത്തിന്റെ അനുഗ്രഹമാണ്. സ്വർഗത്തിന്റെ സാമ്യമായിട്ടാണ് ദൈവം ഈ ലോകത്തിൽ നമുക്ക് കുടുംബം തന്നിരിക്കുന്നത്. നിങ്ങൾ ഓർക്കുക, എന്തുകൊണ്ടാണ് നമുക്ക് ദൈവം വീട് നൽകിയിരിക്കുന്നത്? നിനക്ക് ഉറങ്ങുവാൻ, നിനക്ക് ഭക്ഷണം കഴിക്കാൻ, നിനക്ക് സമാധാനത്തോടെ ആയിരിക്കുവാൻ, നിനക്ക് സന്തോഷത്തോടെ ആയിരിക്കുവാൻ, സ്നേഹം പങ്കുവയ്ക്കുവാൻ, നിനക്ക് സ്വസ്ഥമായി ഇരിക്കുവാൻ, വിശ്രമിക്കുവാൻ വേണ്ടി. എന്നാൽ അനേകം ആളുകളുടെ കുടുംബം ഇന്ന് നരകമായി മാറിയിരിക്കുകയാണ്. നിന്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ കഴിയും, നിന്നെ മാറ്റുവാൻ കഴിയും, നിന്റെ വീട്ടുകാരെ മാനസാന്തരപ്പെടുത്താൻ കഴിയും. ഇനി എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെട്ടിട്ടില്ല, എൻ്റെ മക്കൾ മാനസാന്തരപ്പെട്ടിട്ടില്ല, എൻ്റെ കുടുംബത്തിൽ ഇപ്പോഴും കലഹമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലമുണ്ട്, രണ്ടുപേർക്കും ഒത്തൊരുമ ഇല്ല, ഭാരതത്തിൽ പെട്ടെന്ന് വിവാഹം മോചിപ്പിക്കത്തില്ല, ഒരേ വീട്ടിൽ തന്നെ ആയിരിക്കും, എന്നാൽ മിണ്ടത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കില്ല, പക്ഷെ മിണ്ടില്ല. അമ്മയോട് ചോറ് വിളമ്പാൻ പറയടാ, അമ്മ അച്ഛന് ചോറ് വിളമ്പാൻ പറയുന്നു, വിളമ്പാമെന്ന് പറയടാ, അച്ഛാ അമ്മ ഇപ്പൊ വിളമ്പി തരാമെന്ന് പറയുന്നു. എന്താടാ ഇങ്ങനെ പറയുന്നേ? കുറച്ച് വെള്ളം കൂടെ കൊണ്ടുവരാൻ പറയടാ. അമ്മ അച്ഛൻ വെള്ളം കൂടെ ചോദിക്കുന്നു, ആ വെള്ളം നേരത്തെ വെച്ചിട്ടുണ്ടെന്ന് പറയടാ. അച്ഛാ വെള്ളം നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഇവന്റെ ഇടപാട് കഴിയും. അങ്ങനെ ഓടിക്കാൻ വേണ്ടിയല്ല കുഞ്ഞുങ്ങളെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത്. ഭാര്യാഭർത്താക്കന്മാരുടെ കലഹം സൂര്യൻ അസ്തമിക്കുന്നവരെ ഇരിക്കുവാൻ പാടില്ല. ഭാര്യാഭർത്താക്കന്മാർക്ക് തീർച്ചയായും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാകും, അതുപോലെ കലഹം ഉണ്ടാകും. ഞങ്ങൾ ഇതുവരെ വഴക്കുണ്ടാക്കിയിട്ടില്ലെന്ന് ആർക്കും പറയുവാൻ കഴിയത്തില്ല. കല്യാണം കഴിഞ്ഞ അന്നു മുതൽ ഇന്ന് വരെയും പൊന്നുപോലെയാണ് നോക്കുന്നത്. വിളിച്ചാൽ ഉടൻ തന്നെ എന്താണ് പറയൂ, അങ്ങനെ സമയത്തോടെ പറയുന്ന ആരും തന്നെ ഉണ്ടാകില്ല. എവിടെയെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും. എന്നാൽ അത് നീട്ടിക്കൊണ്ടുപോകാതെ ഉടൻ തന്നെ അത് ക്രമീകരിച്ചിട്ട് സമാധാനപ്പെട്ട് നിരപ്പ് പ്രാപിച്ചിട്ട് കർത്താവിനോട് ക്ഷമ ചോദിച്ചിട്ട് ഉറങ്ങാൻ പോവുകയാണെങ്കിൽ ആ ഭവനത്തിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ടാകും. വഴക്കുണ്ടാക്കിയിട്ട് കിടന്നുറങ്ങിയാൽ പിശാച് അവിടെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ കാവൽ അവിടെ ഇല്ല. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണമെങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ ആയിരിക്കണം. ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ കുടുംബങ്ങളിൽ വരണം. എല്ലാ കുടുംബങ്ങളും ദൈവത്തിന്റെ സമാധാനം ഇറങ്ങി വരണം. പിശാചിന്റെ പ്രവർത്തികളിൽ നിന്ന് എല്ലാ കുടുംബങ്ങളെയും വിടുവിക്കപ്പെടണം എന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദയവ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എന്റെ കുടുംബത്തിൽ കലഹമുണ്ട് കർത്താവേ, എന്റെ കുടുംബക്കാർ ഇനി രക്ഷിക്കപ്പെടാനുണ്ട്. പുരുഷന്മാർ പ്രാർത്ഥിക്കുക, എന്റെ ഭാര്യയെ മക്കളെയും പുലർത്താനുള്ള കൃപ എനിക്ക് നൽകണമേ. എന്റെ കുഞ്ഞുങ്ങളെ പുലർത്തുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. എന്റെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുറവുകളെ കാണണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ദാരിദ്ര്യത്തെ കാണണമേ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള രോഗങ്ങളെ നോക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ കലഹങ്ങൾ കാണണമേ. ഞങ്ങളുടെ കുടുംബത്തിലെ ക്രമക്കേടുകൾ കാണണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ കൂടെ നീ വരണമേ എന്ന് പൂർണ്ണ മനസ്സോടുകൂടി പ്രാർത്ഥിക്കൂ. ജീവനുള്ളവനായ ദൈവം, നിന്നെ സ്നേഹിക്കുന്നവനായ ദൈവം ദൈവദൂതന്മാരെ നിനക്ക് കാവലാക്കി വെച്ച് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ വേണ്ടി ആശിക്കുന്നു. നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ എന്താണ് വേണ്ടത്? ഭാര്യയായി ഭർത്താവായി നിങ്ങൾ ഒരുമനയോടെ ആയിരിക്കുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അതിനേക്കാൾ വലിയ സമ്പത്ത് വേറെ എന്താണ്? നിന്റെ മക്കൾ പ്രയോജനമുള്ളവരായി ജീവിക്കുമ്പോൾ അതിനേക്കാൾ വലിയ കാര്യം എന്താണ് നിനക്ക് സാധിക്കാനുള്ളത്? കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകുമ്പോൾ ഞാൻ എന്തോ സമ്പാദിക്കണമെന്ന് വിചാരിച്ച്, അധ്വാനിച്ച് സമ്പത്ത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് പണത്തിന് പുറകെ പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി നശിച്ചു പോവുകയാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിച്ചു പറയുക. നിങ്ങൾ കുടുംബ പ്രാർത്ഥന ചെയ്യുന്നുണ്ടോ? നിങ്ങൾ കുടുംബമായി ഒരുമിച്ച് ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങൾക്ക് കാവലുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരും. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഒരു രോഗവും നിന്റെ കുടുംബത്തിലേക്ക് വരാതെ നിനക്ക് സമാധാനം ദൈവം നൽകും. കർത്താവേ, നിന്റെ സമാധാനം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. ഞങ്ങളുടെ കുടുംബത്തിന് നായകനായി നീ തന്നെ ഇരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ പിശാചിന്റെ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ എപ്പോഴും കലഹമാണ്. കടഭാരത്തിൽ നിന്ന് വെളിയിൽ വരാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ നീ വരണം കർത്താവേ. ഭാര്യയായ ഞാൻ എന്റെ തെറ്റുകൾ ഏറ്റുപറയുകയാണ്. ഭർത്താവായ ഞാൻ എന്റെ തെറ്റുകളെ ഏറ്റുപറയുന്നു. മാതാപിതാക്കളായ ഞങ്ങൾ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറയുന്നു. ദൈവമേ, ഞങ്ങളെ സഹായിക്കാമെന്ന് നമുക്ക് കർത്താവിനോട് ചോദിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ പിശാചിന് ഇടമുണ്ടായിരിക്കുവാൻ പാടില്ല ദൈവമേ. ഞങ്ങളുടെ മക്കളിൽ ആരും തന്നെ പിശാചിന്റെ പ്രവൃത്തികൾ അകപ്പെടുവാൻ പാടില്ല.
ഒരു വ്യക്തിയെ പോലും ഞങ്ങൾ അവിടെ വിടുകയില്ലെന്ന് അന്ന് മോശ പ്രാർത്ഥിച്ചതുപോലെ ഞാനും ഈ ജനവുമെല്ലാം ചെന്നിട്ട് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കണമെന്ന് പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാം നിന്റെ മക്കളായി മാറണം. ഞങ്ങളുടെ കുടുംബമെല്ലാം നിന്റെ സന്നിധിയിലേക്ക് വരേണ്ടവരാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും രക്ഷിക്കപ്പെടണം. കുടുംബമായിട്ട് ഞങ്ങൾ സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി മാറണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഏത് കുടുംബത്തിലാണ് പിശാചിന്റെ കാര്യങ്ങൾ നടക്കുന്നത്, ഏത് പുരുഷനാണ് പിശാചിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നത്, കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ മദ്യപാനികൾക്കും വലിയ വിടുതൽ ഉണ്ടാകുമാറാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ ചെയ്യണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ